യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശെ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു കഴിയുന്നവരിലേക്ക് കണ്ണുതിരിക്കുവാനും അവരോടുകൂടി ആയിരിക്കുവാനും FCCയെ പ്രതിജ്ഞാബദ്ധമാക്കുന്ന സ്ഥാപക പിതാവിന്റെ വിശുദ്ധ സ്മരണകൾ FCC മക്കൾക്ക് എന്നും പ്രചോദനവും ശക്തി കേന്ദ്രവുമാണ്. 1840 ജനുവരി 6 ദനഹ തിരുനാളിന്റെ പുണ്യദിനത്തിൽ മിശിഹായുടെ പ്രകാശം ഉള്ളിലേറ്റുവാങ്ങി ലൊസേരയിലുള്ള മർവജോൾസ എന്ന സ്ഥലത്ത് പീറ്റർ ലൂയിസ് ഗുർദേർ എന്നീ ദമ്പതികളുടെ 12 മക്കളിൽ ഇളയവനായി ഒരു കുഞ്ഞു പൈതൽ മിഴി തുറന്നു. അനുഗ്രഹീത ബാല്യം പിന്നിട്ട് സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവസ്നേഹത്താൽ ജ്വലിച്ച് അവിടത്തേക്കായി ലോകം മുഴുവൻ കീഴടക്കുക എന്ന ഇഗ്നേഷ്യൻ ധീരത നെഞ്ചിലേറ്റി സന്യാസം വരിച്ച ആ യോഗ്യവര്യന്റെ ആത്മസമർപ്പണം കേരള സുറിയാനി സഭയുടെ എന്നല്ല തിരുസഭയുടെ തന്നെ നാൾവഴികളിൽ പുതിയ നിറച്ചാർത്തുകൾ പകർന്നു എന്നതിന് ചരിത്രം തന്നെ സാക്ഷി. ചാൾസ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്കൂളിലും ഉന്നത വിദ്യാഭ്യാസം ഈശോ സഭാ വൈദികരുടെ ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും നടത്തി. വിദ്യാഭ്യാസാനന്തരം തന്റെ ഭാവി ജീവിതത്തെപ്പറ്റി തീരുമാനമെടുത്ത ആ യുവാവ് ഈശോ സഭാ വൈദികനാകുവാനുള്ള തന്റെ ആഗ്രഹം പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ അറിയിച്ചു. ഈശോ സഭാംഗമാകുവാൻ ആഗ്രഹിച്ച ചാൾസ് മാതാപിതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇടവക വൈദികനാകുവാൻ സമ്മതിച്ചു. 1864 ഡിസംബർ 17 അദ്ദേഹം വിശുദ്ധ പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് അതിരൂപതയിലെ മൈനർ സെമിനാരി റെക്ടറായി നിയമിക്കപ്പെട്ടു. ആ സമയത്തു തന്നെ തന്റെ ചിരകാല അഭിലാഷമായിരുന്ന ഈശോ സഭാ പ്രവേശനത്തിന് കളമൊരുങ്ങി. 1866 ഡിസംബർ 27 ഈശോ സഭയിൽ പ്രവേശിച്ച് നൊവിഷ്യേറ്റ് പൂർത്തിയാക്കി വ്രതവാഗ്ദാനം നടത്തി. തുടർന്ന് മൊൻബാനിലെ പെറ്റി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പ്രീഫെക്റ്റായും പ്രൊഫസറായും 5 വർഷം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് പ്രേഷിത വൃത്തിക്കായി റോമിലേക്ക് പുറപ്പെട്ടു. 1887 മാർച്ച് 4 വരെ ഈശോ സഭ ജനറൽ ഫാദർ ബെക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം സേവനം ചെയ്തു. ഫാദർ ബെക്കിന്റെ നിര്യാണശേഷം ഫാദർ ലെവീൻ ഫ്രാൻസിലേക്ക് മടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടയം വികാരി അപ്പസ്തോലിക്കയായി താൻ നിയമിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞു. 1887 നവംബർ 13 കർദിനാൾ ബുർസെ അദ്ദേഹത്തെ മിലേവിയയുടെ സ്ഥാനിക മെത്രാനായി അഭിഷേകം ചെയ്തു. 47 വയസ്സുള്ള തന്റെ പുത്രന്റെ മെത്രാഭിഷേക കർമ്മത്തിൽ ദൈവകൃപയാൽ 86 വയസ്സുള്ള അമ്മയ്ക്കും പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് ഒരു വലിയ ദൈവകൃപയാണ്. കോട്ടയം വികാരിയാത്തിന്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്ക മാർ ചാൾസ് ലെവിഞ്ഞ് പിതാവ് മലബാർ സഭയുടെ മനസ്സിലെ അനശ്വര സ്മരണ. വിദേശി ലേബലിൽ സുറിയാനിക്കാരേക്കാൾ സുറിയാനിക്കാരനായി കേരള സുറിയാനി സഭയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ സഭാസ്നേഹി. സീറോ മലബാർ സഭയുടെ സുരക്ഷിതത്വവും സുമോഹനവുമായ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഭദ്രമായ അടിത്തറയുറപ്പിച്ച ത്യാഗി വര്യൻ. കേവലം 9 വർഷങ്ങൾ കൊണ്ട് വികാരിയാത്തിന്റെ സർവ്വമേഖലകളിലും ചലനം സൃഷ്ടിച്ച സമഗ്ര വികസനത്തിന്റെ ശില്പി. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സമചിത്തതയോടെ നേരിട്ട ധീരോദാത്ത നായകൻ. കാറിലും കോളിലും പെട്ട സഭാ നൗകയെ ശാന്തി തീരത്തെത്തിക്കുവാൻ അക്ഷീണം യത്നിച്ച ആത്മീയ ആചാര്യൻ. വിശേഷണ പരമ്പരകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത അതുല്യ വ്യക്തിത്വം. അതാണ് ലെവീഞ്ഞ് പിതാവ്. അഭിമന്യ ലെവീഞ്ഞ് പിതാവിന്റെ കർമ്മനിരതമായ ഹ്രസ്വകാല ശുശ്രൂഷയുടെ ശാശ്വത സ്മാരകങ്ങളാണ് സഭയുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ ചരിത്രപഥത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സ്ഥാപനങ്ങളും സംഭവങ്ങളും പ്രസ്ഥാനങ്ങളും.
മാർ ചാൾസ് ലെവീഞ്ഞു മെത്രാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു നല്ല ജസ്യൂട്ടും ഒരു നല്ല ഫ്രാൻസിസ്കനുമായിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഹൃദയത്തിൽ നിന്നും കരങ്ങളിലേക്കുള്ള ചലനത്തിന് പിതാവ് തുടക്കമിട്ടു. ദൈവികമായ നിയോഗശുദ്ധിയോടെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തോട് കാരുണ്യം കാട്ടാൻ ലെവീഞ്ഞു പിതാവ് ആസൂത്രണം ചെയ്ത പദ്ധതികളെല്ലാം ദൈവസ്നേഹത്തിന്റെ മുദ്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പിതാവിൽ നിറഞ്ഞു നിന്ന ദൈവകൃപയുടെ ആഴം പിതാവിന്റെ കർമ്മമണ്ഡലത്തെ ദീപ്തമാക്കി. വിശ്വാസ വ്യാപനത്തിലുള്ള തീക്ഷ്ണതയും സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ കഴിയുന്ന അഗതികളും അനാഥരുമായ മനുഷ്യമക്കളുടെ സംരക്ഷണത്തിനുള്ള അതിയായ ദാഹവും വികാരിയാത്തിൽ കന്യാസ്ത്രീ മഠങ്ങൾ സ്ഥാപിക്കുവാൻ പിതാവിനെ പ്രേരിപ്പിച്ചു. ആവൃത്തികളിൽ നിന്ന് വേലിയിറമ്പുകളിലേക്ക് പോകുവാൻ ഇന്ന് സന്യസ്തരെ ആഹ്വാനം ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പായുടെ മാനവ സ്നേഹത്തിന്റെ മറ്റൊരു ആൾരൂപമായിരുന്നു ലെവീഞ്ഞു പിതാവ്. കന്യാത്ത് പുഷ്പിക്കുന്ന കന്യകാമഠങ്ങൾ തന്റെ വികാരിയാത്തിൽ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച ലെവീഞ്ഞു പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് വിശുദ്ധ ജർമ്മനിയുടെ നാമത്തിൽ സ്ഥാപിച്ച ക്ലാരമഠവും അതിലെ അന്തേവാസികളും. കേരളത്തിൽ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗങ്ങളായിരുന്ന ഏതാനും ഭക്തസ്ത്രീകൾക്ക് സമൂഹ ജീവിതം നയിക്കുവാനുള്ള ഉൾവിളിയുണ്ടായി. 1888 ജൂൺ മാസത്തിൽ മുത്തോലി ഗോവേന്ദയെ സന്ദർശിക്കുവാൻ അഭിവന്യ പിതാവ് എത്തി. സഭാവസ്ത്ര സ്വീകരണാനന്തരം അഭിവന്യ പിതാവ് സഭാംഗങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി. പത്രമേനിക്കായി അവർ വീടുകളിലേക്ക് എഴുതണമെന്ന് പറഞ്ഞെങ്കിലും, നിങ്ങളെ നാം പത്രമേനി കൂടാതെ സ്വീകരിക്കുന്നു, നിങ്ങളുടെ കാര്യമെല്ലാം നാം ഭരമേറ്റിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ആരെയും പത്രമേനി കൂടാതെ സ്വീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പിതാവ് അവർക്ക് നൽകി. ഉച്ചഭക്ഷണം കഴിച്ച് തങ്ങൾക്കായി വന്നി പിതാവ് വാങ്ങിയ ബംഗ്ലാവ് പറമ്പിലെ വീട്ടിലേക്ക് പോയി. ക്ലാരമഠം എന്നറിയപ്പെടുന്ന പ്രസ്തുത ഭവനത്തിൽ അഭിവന്യ പിതാവ് അടുത്ത ദിവസം തന്നെ എത്തി അവർക്കായി ഒരു ജീവിതക്രമം നൽകി. അഭിവന്യ പിതാവിന് തന്റെ ആത്മീയ പുത്രികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടായിരുന്നു. കൊച്ചു സമൂഹത്തിന്റെ നടത്തിപ്പിന് ആത്മീയവും ശാരീരികവുമായ അഭിവൃദ്ധിക്ക് ഉതകുന്ന ഒരു നല്ല നേതൃത്വത്തെ അദ്ദേഹം തന്നെ കണ്ടെത്തി. 8 സഹോദരിമാരിൽ ഒരാളായ ഈശോയുടെ സിസ്റ്റർ മറിയം ക്ലാരയെ ശ്രേഷ്ഠത്തിയായി നിയമിച്ചു. 1890 ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ജർമേനായുടെ നാമത്തിലുള്ള പുതിയ ക്ലാരമഠത്തിന്റെ ശിലാസ്ഥാപനം വന്യപിതാവ് തന്നെ വളരെ ആഘോഷപൂർവ്വം നിർവഹിച്ചു. പുതിയ മഠത്തിൽ വയ്ക്കുന്നതിനുള്ള തിരുസ്വരൂപങ്ങൾ വന്യപിതാവ് തന്നെ ഫ്രാൻസിൽ നിന്ന് വരുത്തിച്ചു. അവ ഇന്നും പിതാവിന്റെ സ്നേഹസ്മരണകൾ വിളിച്ചോതി ചങ്ങനാശ്ശേരി മഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വന്യപിതാവ് തന്റെ പ്രിയ പുത്രികളെ സന്ദർശിക്കുവാൻ പലപ്പോഴും മഠത്തിൽ വന്നിരുന്നു. കാളവണ്ടിയും വില്ലുവണ്ടിയും ഒക്കെയായിരുന്നു അന്നത്തെ പ്രധാന വാഹനങ്ങൾ. അനാഥ പൈതങ്ങളെ സന്തോഷിപ്പിക്കുവാൻ മധുര പലഹാരങ്ങളും മിഠായിയും മറ്റും പിതാവ് കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പൈതൃക വാത്സല്യം വെളിപ്പെടുത്തുന്ന സംസാരവും പെരുമാറ്റവും ഏറെ ഹൃദ്യമായിരുന്നു. തദവസരങ്ങളിൽ ചെറിയ ചെറിയ കൈവേലകൾ അവരെ പഠിപ്പിച്ചിരുന്നു. ഒപ്പം നല്ല ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയിരുന്നു. 1896 ആദ്ലിമീന സന്ദർശനത്തിനും പണി തുടങ്ങി വെച്ച സ്ഥാപനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനുമായി വന്യപിതാവ് റോമിലേക്ക് പോയി. ലെവീഞ്ഞു പിതാവ് പിന്നീട് വികാരിയാത്തിലേക്ക് തിരികെ വന്നില്ല. റോമായിലേക്കുള്ള പുറപ്പാടിനെ കുറിച്ച് നാളാഗമത്തിലെ വിവരണം ഹൃദയസ്പർശിയാണ്. 1896 കന്നിമാസം 14-ാം തീയതി രാത്രി 6 മണിക്ക് ലെവീഞ്ഞു മെത്രാൻ ചങ്ങനാശ്ശേരി വിട്ടു പുറപ്പെട്ടു. സ്കൂൾ കുട്ടികളും വാദ്യാന്മാരും ജനങ്ങളും കൂടി ഒരു വലിയ കൂട്ടമായിരുന്നു. ഇത്ര മഹാനായുള്ളവനും ഇത്ര ഉപകാരിയുമായ ഒരു മിഷണറിയുടെ വേർപാടിനെ കുറിച്ച് വിലപിക്കാത്തവരും കരയാത്തവരും ഉണ്ടായിരുന്നില്ല.
സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന കുട്ടികളോട് ഒടുക്കത്തെ യാത്ര പറഞ്ഞതോടെ തന്റെ സ്വന്തം ശക്തി തന്നെ അമർത്തുവാൻ വ്യസനം കാണിക്കുന്നതിൽ നിന്നും താനെ കാക്കുവാൻ മതിയാകാത്തതിനാൽ ഉടനെ വണ്ടിയിൽ കയറി കഥ കടച്ചു. ബോട്ട് കടവിൽ ചെന്നപ്പോൾ 1000 പേരിലധികം കടവിലുണ്ടായിരുന്നു. ഇങ്ങനെ മഹാദുഃഖത്തോടെയും നമ്മുടെ വലിയ നഷ്ടത്തോടു കൂടെയും അദ്ദേഹം മലയാളം വിട്ടുപോവുകയും ചെയ്തു. ആയിരത്തി 1898 ആഗസ്റ്റ് 27 തീയതി അദ്ദേഹത്തെ ശ്രീലങ്കയിലെ ട്രിങ്കോമാലി രൂപതയിലേക്ക് സ്ഥലം മാറ്റി. 1912 നവംബർ 13 ലെവിഞ്ഞു മെത്രാന്റെ മെത്രാഭിഷേക രജത ജൂബിലി ട്രിങ്കോമാലി രൂപതയിൽ അത്യാഡംബരപൂർവം നടത്തി. പരിശുദ്ധ പിതാവിനോടുള്ള കൃതജ്ഞത അറിയിക്കുന്നതിനും യൂറോപ്പിലുള്ള തന്റെ സ്നേഹിതരെ കണ്ട് നന്ദി പറയുന്നതിനും അഭിവന്യ മെത്രാൻ 1913 റോമിലേക്ക് യാത്ര പുറപ്പെട്ടു. നിത്യനഗരമായ റോമിലേക്കുള്ള ഈ യാത്ര നിത്യതയിലേക്കുള്ള അന്തിമയാത്രയുടെ ഒരുക്കമായി പരിണമിച്ചു. ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ പുരോഹിത ശ്രേഷ്ഠൻ, നമ്മുടെ വത്സല പിതാവ് ഈ ലോകത്തോട് വിടവാങ്ങി. 1913 ജൂലൈ 11 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ നിന്റെ കർത്താവിന്റെ ആനന്ദത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന മനോഹരമായ സ്വർഗവാണിയുടെ അകമ്പടിയോടെ വന്നി പിതാവ് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. കാർഡിനൽ ദി കബ്രേറീസ് എന്ന മൊന്തെപെല്ലിയാറിലെ അന്നത്തെ കർദിനാളിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ കബറടക്ക ശുശ്രൂഷ നടന്നു. ഫ്രാൻസിലെ മൊന്തെപെല്ലിയാറിലെ സെയിന്റ് ലാസറേ സെമിത്തേരിയിൽ ഈശോ സഭാ വൈദികർക്ക് വേണ്ടിയുള്ള സെക്ടർ AC സെക്കൻഡ് ഡിവിഷനിൽ 2ാമത്തെ നിരയിൽ 10ാമത്തെ കല്ലറയിലാണ് വന്നി പിതാവിന്റെ മൃതശരീരം അടക്കം ചെയ്തത്. മനോഹരമായ ആ കല്ലറയിൽ ഇന്നും മാർ ചാൾസ് ലെവിഞ്ഞ് എന്ന് കൊത്തിവെച്ചിരിക്കുന്ന സ്മാരകശില നമുക്ക് കാണാവുന്നതാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലൂടെ സ്വർഗീയ പിതാവ് തിരുസഭയ്ക്ക് നൽകിയ അമൂല്യ സമ്മാനമാണ് വിശുദ്ധ അൽഫോൻസാമ. ക്രിസ്തുവിന് വേണ്ടി വീരചർമ്മം പ്രാപിച്ച് രക്തസാക്ഷിയാകുവാൻ ആഗ്രഹിച്ച ഫ്രാൻസിസ് പിതാവിന്റെ ചൈതന്യം കരങ്ങളിൽ നിറച്ച ധീര രക്തസാക്ഷിണിയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. പേര് വിളിക്കപ്പെടാത്ത എത്രയോ വിശുദ്ധാത്മാക്കൾ ഇന്ന് സഭയ്ക്കും ലോകത്തിനും വേണ്ടി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ വിരാജിക്കുന്നു. താൻ സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ നിയമാവലിയും ചൈതന്യവും നിഷ്ഠയോടെ പാലിച്ചുകൊണ്ട് തലമുറകൾക്ക് മാതൃകയായി സ്വർഗത്തിൽ വിളങ്ങുന്ന എല്ലാ സഭാതനയരോടുമൊത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അഭിവന്യ ലെവിഞ്ഞു പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ.